ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവിക നിത്യയ്ക്ക് മോട്ടിവേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോ കാര്യങ്ങളായി ഓർമ്മപ്പെടുത്തുകയാണ്. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്, മോൾക്ക് എല്ലാത്തിനും സാധിക്കും, മോൾക്ക് സംസാരിക്കാനും എണീറ്റ് നടക്കാനും എല്ലാം കഴിയും. എനിക്ക് ശരത് എന്ന ചതിയൻ്റെ മുഖം മൂടി എല്ലാവർക്കും മുന്നിലും തുറന്നു കാണിക്കേണ്ടി, അവനാണ് ഇതിനൊക്കെ കാരണം എന്നുള്ളത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടേ മോളെ എന്നൊക്കെ പറഞ്ഞു ഓരോ വാക്കുകളും നിത്യയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിത്യയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടും എണീറ്റ് നടക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ മനസ്സിങ്ങനെ വിതുമ്പുകയാണ്. അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്ന സമയത്താണ് ശരത്ത് പാത്തും പതുങ്ങിയും ഇവരെന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി അടുത്തേക്ക് വരുന്നത്. അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ശരത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനി എത്ര തന്നെ മോട്ടിവേഷൻ നിത്യയ്ക്ക് കൊടുത്തിട്ടും കാര്യമില്ല, അവളെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അവൾക്ക് സംസാരിക്കാനോ അവൾ എണീറ്റ് നടക്കാനോ പോകുന്നില്ല. അവൾ എല്ലാവർക്കും മുന്നിലും സത്യം പറയുന്നതിൻ്റെ മുന്നേ അവളെ ഞാൻ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നത്. അങ്ങനെ ദേവിക നിത്യയോട് പറയുകയാണ്, ആ ശരത് എന്ന ചതിയൻ്റെ മുഖത്ത് ഈ കൈകൊണ്ട് ആഞ്ഞടിക്കേണ്ട മോളെ, അതിന് നീ എണീറ്റേ മതിയാവും, നീ സംസാരിച്ചേ മതിയാവും, അത് നിനക്ക് സാധിക്കും. നീ ഇങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ 1000 തവണയെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും നിനക്കതിന് കഴിയാതിരിക്കില്ല മോളെ എന്നൊക്കെ നിത്യയോട് ദേവിക കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇനി മുതൽ മോളെ ഞാൻ നോക്കണ്ട എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അമ്മയും മുത്തശ്ശിയും ശരത്തുമൊക്കെ അച്ഛനോട് പറഞ്ഞ് അച്ഛന് മനസ്സോടെ അവരുടെ ഈ ആവശ്യത്തിന് സമ്മതം മൂളിയിട്ടുള്ളത്. മോളെ നോക്കാൻ ഇനി മുതൽ ഒരു ഹോം നേഴ്സിനെ വെക്കാമെന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ആര് വന്നാലും ഏത് ഹോം നേഴ്സ് വന്നാലും എൻ്റെ മോളെ ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. എന്നെ ആട്ടിയിറക്കിയാലും എന്ത് തന്നെ ചെയ്താലും എൻ്റെ മോളുടെ നിഴലായി ഈ ദേവികേടത്തി ഉണ്ടാവും എന്ന് പറയട്ടെ. അങ്ങനെ ദേവിക നിത്യയോട് സംസാരിച്ച ശേഷം ദേവിക നിത്യയ്ക്ക് നെറ്റിയിൽ ഉമ്മ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ശരത്ത് അവിടേക്ക് സൗണ്ട് ഉണ്ടാക്കാതെ ചെന്ന ശേഷം ടോ എന്ന് പറഞ്ഞ് അങ്ങ് പേടിപ്പെടുത്തുകയാണ്. അപ്പോൾ പെട്ടെന്ന് ദേവിക അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് ദേവിക ദേഷ്യത്തിൽ അങ്ങ് ശരത്തിനെ നോക്കുകയാണ്. ശരത്ത് പറയണേ, ഞാൻ ഒച്ചയുണ്ടാക്കിയത് എൻ്റെ നിത്യക്കുട്ടി എങ്ങാനും ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ എണീറ്റാലോ എന്ന് നോക്കിയതാണെന്ന് പറയുമ്പോൾ ദേവിക പറയണേ, എണീക്കുമടാ, എൻ്റെ നിത്യക്കുട്ടി എണീക്കുക തന്നെ ചെയ്യും, എന്നിട്ട് നിൻ്റെ നേരെ വിരൽ ചൂണ്ടുകയും ചെയ്യും. അന്നത്തോടു കൂടി നിന്റെ സൗണ്ട് ഇല്ലാതാവുകയാണ്, എന്നേക്കുമായി ഇല്ലാതാവുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരത്ത് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇവൾ എൻ്റെ നേരെ ഒന്നും ശബ്ദിക്കാനും പോകുന്നില്ല. കാരണം ആകെ ഈ ഭൂമിയിൽ തെളിവുണ്ടായിരുന്നത് അവൾ എൻ്റെ ഫോണിൽ നിന്നും അവളുടെ ഫോണിലേക്ക് ചോർത്തിയെടുത്ത ആ വോയിസ് ക്ലിപ്പുകളാണ്. അതെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ആ ഫോണ് കായലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇനി ഒരിക്കലും അതൊന്നും കിട്ടാനും പോകുന്നില്ല. ദേവിക പറയണ, ശരത്തെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, അല്പനേരത്തിന് സൂര്യനെ മറക്കാൻ കാർമേഘത്തിന് കഴിയും, അതുപോലെയാണ് സത്യവും. നീ എത്ര മറച്ചു വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യവും എല്ലാവരും അറിയും. ആണ് ദൈവം എന്ന ശക്തി എന്ന് പറയുമ്പോൾ ശരത്ത് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവം എന്ന ശക്തിയൊക്കെ മരിച്ചു പോയിട്ട് കാലം എത്രയായി ദേവിക, ഈ അക്കാര്യം പത്രത്തിലൊന്നും വായിച്ചില്ലേ എന്ന് പരിഹാസത്തോടു കൂടി ശരത്ത് പറയുമ്പോൾ ദേവിക പറയണ, ചെകുത്താന്റെ വിശ്വാസവും വ്യാമോഹവും മാത്രമാണെന്ന് പറയട്ടോ. അപ്പോൾ ശരത്ത് പറയണ, അല്ല, നീ കുറച്ചു നേരത്തെ ഈ പാഴ്ത്തടിക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നത് കണ്ടല്ലോ, എത്ര തന്നെ മോട്ടിവേഷൻ കൊടുത്തിട്ടും കാര്യമില്ല. ഇവൾ ഇനി വിരൽ അനക്കത്തുമില്ല, ഇവൾ എണീറ്റ് നടക്കാനും പോകുന്നില്ല, ഇവൾ സംസാരിക്കാനും പോകുന്നില്ല, എൻ്റെ നേരെ വിരൽ ചൂണ്ടാനും പോകുന്നില്ല. മര്യാദക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം, നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചേക്ക്, എങ്കിൽ നിനക്ക് ജീവനോടെ ഭൂമിയിൽ ജീവിക്കാം എന്ന് പറയുമ്പോൾ ദേവിക പറയണോ, ഏട്ടാ ശരത്തെ, ദൈവവും വേണം, ശത്രുവിനെതിരെയുള്ള ആയുധവും വേണം, അതാണ് ഈ ദേവികയുടെ പോളിസി. നീ മനസ്സിൽ കരുതുന്നതും ഒന്നും നടക്കാൻ പോകുന്നില്ലടി, ഉടനെ തന്നെ നീ ഈ വീട്ടിൽ നിന്നും പുറത്താവുമെന്ന് ശരത്ത് പറയട്ടോ. നീ പുറത്തായ ഉടനെ തന്നെ എൻ്റെ അമ്മ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ആണോ, നിന്റെ അമ്മ കാത്തു നിൽക്കുന്നുണ്ടോ? എങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിത്യയുടെ നാവൊന്ന് അനങ്ങിയാൽ അന്നത്തോടു കൂടി നിന്റെ കാര്യം അതോടുകൂടി കഴിയും. അപ്പോൾ നിന്റെ അമ്മക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്, നല്ല ചുവന്ന പട്ടുമുണ്ട് കൊണ്ട് വായി മൂടിക്കൂട്ടിയ നല്ല ഒരു മൺകടം, അതിനകത്ത് നിന്റെ ചാരവും കാണും എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശരത്തിനങ്ങ് ദേഷ്യം വരിക കേട്ടോ. എന്നിട്ട് ദേവികയുടെ അടുത്തേക്ക് എടി എന്നങ്ങ് പറഞ്ഞ് ദേവികയെ അടിക്കാൻ വേണ്ടി ഓങ്ങിയതോടുകൂടി ദേവിക അങ്ങ് എണീറ്റ് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താടാ നിനക്ക് എന്നെ അടിക്കണ്ടേ? 2 ആൺമക്കളുടെ ചാരവും ഒന്നിച്ച് ഒഴുക്കാനുള്ള ഭാഗ്യം നിന്റെ പ്രഭാവതി അമ്മയ്ക്ക് ഞാൻ സമ്മാനമായി നൽകാടാ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശരത്തിന് ദേഷ്യം അരിച്ചു കയറുകയാണ് കേട്ടോ. എന്നിട്ട് ശരത്ത്
ശരത്ത് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടു കൂടി റൂമിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. ദേവികയുടെ വാക്കുകൾക്ക് മുന്നിൽ ശരത്തിന് ഒന്നും ചെയ്യാനും പറയാനും കഴിയാതെ ശരത്ത് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അക്ഷരവും നിരഞ്ജനും പരുന്തും സത്യനും കൂടി സംസാരിക്കുകയാണ്. ബോട്ട് വാങ്ങുന്നതിനെ കുറിച്ച്. ദേവികയുടെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ പൈസയുടെ കാര്യത്തിലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. എല്ലാം തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് പറയുമ്പോൾ അക്ഷര പറയണേ, ഇനിയിപ്പോൾ പൈസ തികഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് നിരഞ്ജനോട് ചോദിക്കുമ്പോൾ, നീ ഇങ്ങനെ നിരാശപ്പെടല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം എന്നൊക്കെ പറയട്ടോ. ഈ സമയം ജയശങ്കറും സ്വാമിയും കൂടി സംസാരിക്കുകയാണ് ഹോസ്പിറ്റൽ തുടങ്ങുന്നതിനുള്ള പൈസയെക്കുറിച്ച്. അപ്പോൾ ആ തങ്കച്ചിയോട് ഇനി എങ്ങനെ പൈസ ചോദിക്കുമെന്ന് ജയശങ്കർ ചോദിക്കുമ്പോൾ സ്വാമി പറയണേ, അതിന് ഒരു ബുദ്ധിമുട്ടും വേണ്ട, സാറ് വിചാരിക്കുന്നത് പോലെ തന്നെ നല്ല ഭംഗിയിൽ നല്ലതുപോലെ തന്നെ നമുക്ക് ആ ഹോസ്പിറ്റൽ തുടങ്ങാം. അതിന് വേണ്ടത്ര പൈസ നമുക്ക് ആ തങ്കച്ചിയുടെ കയ്യിൽ നിന്നും വാങ്ങുകയും ചെയ്യാം. അതിൻ്റെ മുന്നേ ഒരു 5-6 ചെക്ക് ലീഫിൽ ബ്ലാങ്ക് ആയിട്ട് ഒന്ന് ഒപ്പിട്ട് തരണം എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയണ, അതെന്തിനാണ്, അതത്ര റിസ്ക് അല്ലേ എന്ന് പറയുമ്പോൾ, ഒരു കുഴപ്പവുമില്ല, എനിക്ക് അറിയാവുന്നവരല്ലേ, അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലൊന്നും ജയശങ്കർ സാർ പേടിക്കേണ്ട, അതിനൊക്കെ ഞാനുണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞ് ജയശങ്കറിൻ്റെ കയ്യിൽ നിന്നും ഇനി ഒപ്പിട്ട് വാങ്ങാനുള്ള പരിപാടിയാണ് സ്വാമി ചെയ്യാൻ പോകുന്നത്. പിന്നീട് വീട്ടിലെത്തിയ ശേഷം നിരഞ്ജൻ ബോട്ട് വാങ്ങുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് അക്ഷര വന്ന് കാര്യങ്ങൾ പറയുന്നത്. പൊന്നുമണിയെ കുറിച്ച് പറയുകയാണ്. പൊന്നുമണിയുടെ കോളേജിൽ നിന്നാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കാട്ടോ. ഫീസ് അടക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് അവൾ ക്ലാസ്സിൽ പോയിട്ടില്ല, ക്ലാസ്സിൽ പോയിട്ട് കുറേ ദിവസമായെന്നാണ് ടീച്ചർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ, അപ്പോൾ അമ്മ പറയുന്നതൊക്കെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ മാത്രമല്ല എന്നോട് വക്കീൽ ചന്ദ്രലേഖയും പൊന്നുമണിയുടെ കാര്യത്തെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചത് അവരാണെന്ന് പറയട്ടോ അക്ഷര. അപ്പോൾ സ്വാമി പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് നിരഞ്ജൻ ചോദിക്കുമ്പോൾ പറയാൻ കഴിയില്ല, എന്തായാലും നമുക്കിനി പൊന്നുമണിയെ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് നിരഞ്ജൻ്റെ ഫോണിലേക്ക് വിശാൽ വിളിക്കുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ, ഞാൻ കുറച്ച് ടെൻഷനിലാണ്, എനിക്കിപ്പോൾ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നിരഞ്ജൻ പുറത്തു പോയി കഴിഞ്ഞ ശേഷം വിശാലും പുറകെ ചെല്ലുകയാണ്. എന്നിട്ട് നിരഞ്ജനുമായി കണ്ടുമുട്ടുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണാവോ എന്നെ കാണാൻ വന്നത് എന്ന് നിരഞ്ജൻ ചോദിക്കുമ്പോൾ വിശാൽ പൊന്നുമണിയെക്കുറിച്ച് പറയുകയാണ്. എനിക്ക് കുറേ ചീത്ത കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങളുടെ ബ്ലഡ് എൻ്റെ ശരീരത്തിൽ കയറിയത് കൊണ്ടാവാം എനിക്കിപ്പോൾ പഴയ സ്വഭാവത്തിൽ നിന്നും ഒന്ന് അകന്നു നിൽക്കണമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കണ്ട് സംസാരിക്കാൻ വന്നതും ഞാൻ പൊന്നുമണിയെക്കുറിച്ച് പറയാനാണ് വന്നത്. പൊന്നുമണി ഇപ്പോൾ ഡ്രഗ് മാഫിയയുടെ കയ്യിലാണുള്ളത്, അവളിപ്പോൾ അതിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു കണ്ണിയായി പൊന്നുമണിയും അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് വിശാൽ ഒരു സൂചന കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് നിരഞ്ജൻ ആകെ പേടിച്ചു പോവുകയാണ്. പൊന്നുമണി വീണ്ടും കൈവിട്ടു പോകുമ്പോൾ ഇത്രയും കഷ്ടപ്പാടും ദുരിതവും അവൾ അനുഭവിച്ചിട്ടും ഇനിയും അവൾക്ക് ഒരു മാറ്റവും ഇല്ലേ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിരഞ്ജൻ വിഷമത്തോടു കൂടി അതൊക്കെ കേട്ടു നിന്നത്. പിന്നീട് നിരഞ്ജൻ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ദേവികയുടെ ഫോൺ വരുന്നത്. അങ്ങനെ ദേവികയുമായി സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ എന്താണ് ദേവിക, നിൻ്റെ സംസാരത്തിൽ എന്തോ എന്നോട് ടെൻഷനുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് നിരഞ്ജൻ ചോദിക്കുമ്പോൾ, ഞാനൊരു കാര്യം പറയാൻ തന്നെയാണ് വിളിച്ചത്. നിത്യയെ നോക്കുന്ന ജോലി ഇപ്പോൾ ഒരു ഹോം നേഴ്സിനെ വെക്കാമെന്നാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അച്ഛനെ കൊണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അമ്മയും മുത്തശ്ശിയും ശരത്തും കൂടിയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണത്, അത് നിനക്കൊരു സഹായം കൂടിയല്ലേ എന്ന് പറയട്ടോ. അതൊക്കെ ശരി തന്നെയാണ്, എനിക്കെന്തോ ഒരു പേടിയുമുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, നിത്യയെ നിശ്ചലമാക്കാനാണ് ശരത്ത് ഓരോ കാര്യവും നീക്കുന്നുണ്ടാവുക, അത് നീ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരിക്കലും ശരത്ത് കൊണ്ടുവരുന്ന ഒരു ഹോം നേഴ്സിനെ നിത്യയെ നോക്കാൻ വേണ്ടി ആക്കരുത് എന്ന് പറയുമ്പോൾ, ഇല്ല അതൊക്കെ അച്ഛനാണ് നോക്കുന്നത്, അത് മാത്രം മതി, അച്ഛനെ കൊണ്ട് തന്നെ അക്കാര്യം ചെയ്യിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയട്ടെ. എങ്കിലും നീ നിത്യയുടെ മേൽ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം എന്ന് നിരഞ്ജൻ ദേവികയെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ദേവിക ചോദിക്കുകയാണ്, എന്താണ് ഒരു ടെൻഷൻ ഉണ്ടല്ലോ സംസാരത്തിൽ സാറിൻ്റെ എന്ന് പറയുമ്പോൾ, ഞാൻ പൊന്നുമണിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അതിൽ എത്രമാത്രം അധികം വാസ്തവമുണ്ടെന്ന് ആദ്യം അന്വേഷിക്കണം, സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയണം, എന്നതിൻ്റെ ശേഷം ഞാൻ ദേവികയോട് പറയാമെന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിരഞ്ജൻ വീട്ടിലെത്തിയ ശേഷം അക്ഷര നിരഞ്ജനെ ശ്രദ്ധിക്കുമ്പോൾ, എന്താണ് നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്താണെന്ന് ചോദിക്കുമ്പോൾ വിശാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരയോട് പറയാണ്. അപ്പോൾ അക്ഷര പറയണേ, വിശാലിനെ അങ്ങനെ വിശ്വസിക്കേണ്ട, അവനൊരു ചതിയനാണെന്ന് പറയുമ്പോൾ, അല്ല അവന് നല്ല പശ്ചാത്താപമുണ്ട്, അവനെ റോഡരികിൽ നിന്നും ഞാൻ ഹോസ്പിറ്റലിലെത്തിച്ച് അവന് ബ്ലഡ് കൊടുത്തതിൻ്റെ ആ ഒരു നന്ദി അവൻ കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അവനെ കൂടുതൽ വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് അക്ഷര പറയട്ടെ. അപ്പോൾ
അപ്പോൾ നിരഞ്ജൻ പറയണ അല്ല അങ്ങനെയല്ല, അവൻ പറയുന്നതിൽ എന്തൊക്കെയോ വാസ്തവമുണ്ട്. പൊന്നുമണിയെക്കുറിച്ച് കേട്ടത് അതിൽ എത്രത്തോളം അവസ്ഥ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ അക്ഷര പറയണേ എന്തായാലും നമുക്ക് പൊന്നുമണിയെ കണ്ടെന്ന് സംസാരിച്ച് ഉപദേശിച്ച് നോക്കാം, അത് നമ്മളുടെ കടമയാണെന്ന് പറയണേ. അങ്ങനെ നിരഞ്ജനും അക്ഷരയും പൊന്നുമണിയെ കണ്ട് സംസാരിക്കാൻ പോവാൻ തീരുമാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ സിദ്ധുവിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ചന്ദ്രലേഖയോട് പ്രേമ ഓരോ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ചന്ദ്രലേഖ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, സിദ്ധുവേട്ട നമുക്കൊന്ന് ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാനാണെന്ന് പറയുമ്പോൾ സിദ്ധു ദേഷ്യത്തിൽ അങ്ങ് പറയുകയാണ്, എന്തിനാണ് ദൈവത്തിൻ്റെ മനസ്സമാധാനം കൂടി കളയാനാണോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രലേഖ എന്താ സിദ്ധുവേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ സിദ്ധു അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ചന്ദ്രലേഖ വീണ്ടും വാശിയും പകയും കൂടുകയാണ്. സിദ്ധുവേട്ടൻ എന്ത് ചെയ്തിട്ടും എന്നിലേക്ക് അടുക്കുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ദേഷ്യം വരികയാണ് കേട്ടോ. പിന്നീട് സിദ്ധു ദേവികയുടെ ഫോണിലേക്ക് വിളിച്ച് മനോഹരനോടും പാർവതിയോടും സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ദേവിക പാർവതിയുടെ അടുത്തേക്ക് കൊണ്ടുകൊടുക്കുകയാണ്. അപ്പം മനോഹരൻ കൂടെ ഉണ്ടാവും. പക്ഷേ സിദ്ധു ആണെന്ന് കേൾക്കുന്ന സമയത്ത് പാർവതി ദേഷ്യം പിടിച്ച് ഫോൺ അങ്ങ് കട്ടാക്കുകയാണ് കേട്ടോ. അപ്പം മനോഹരനും ദേവികയും ചോദിക്കുകയാണ്, എന്താ അമ്മ ഈ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മനോഹരൻ പറയണേ, എന്താ പാറു നീ ചെയ്തത്, സിദ്ധു എത്ര ആത്മാർത്ഥതയോട് കൂടിയാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ അവൻ്റെ കാര്യം ഇനി എന്നോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി പാർവതി അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പാർവതിയുടെ മാറ്റം മനോഹരനും ദേവികയ്ക്കും സഹിക്കാൻ പോലും കഴിയുന്നില്ല. പിന്നീട് സ്വാമി പറഞ്ഞതുപോലെ തന്നെ ചെക്കുകൾ ഒപ്പിട്ട് കൊടുക്കുകയാണ്. ജയശങ്കർ ചതി മനസ്സിലാക്കാതെ 6 ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാഞ്ചന കാണുകയാണ്. അങ്ങനെ കാഞ്ചന ഓടിച്ചെന്ന് നിരഞ്ജനോടും അക്ഷരയോടും ഇക്കാര്യം പറയുകയാണ്, എല്ലാം നമുക്ക് കൈവിട്ട് പോകുമെന്ന് തോന്നുന്നു, സ്വാമിയുടെ ചതിയിൽ എൻ്റെ പൊന്നാങ്ങളെ വീണു കഴിഞ്ഞു, ഇപ്പോൾ ഇതാ ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കുന്നു എന്നുള്ള കാര്യം അക്ഷരയും നിരഞ്ജനോടും കൂടി കാഞ്ചന പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് അക്ഷരയും നിരഞ്ജനും കൂടി പരുന്തിൻ്റെ അടുത്തേക്കും സത്യൻ്റെ അടുത്തേക്കും ചെല്ലുകയാണ്. എന്നിട്ട് അക്ഷര പരുന്തിനോട് പറയാണ്, പൊന്നുമണിയെ നിനക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. പരുന്താണെങ്കിലോ പൊന്നുമണിയെ സ്നേഹിക്കുന്നുമുണ്ട്. അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് പരുന്തിന് ഒരുപാട് സന്തോഷമാവാണ്. എനിക്കൊരു സമ്മതക്കുറവുമില്ല, പൊന്നുമണിയെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് പറയാണ്. അങ്ങനെ ഇനി പൊന്നുമണിയുമായി സംസാരിക്കുന്ന സമയത്ത് പൊന്നുമണി പറയും, എനിക്ക് പരുന്തിനെ ഇഷ്ടമില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ സമ്മതമല്ല എന്ന് പറഞ്ഞ് പൊന്നുമണി ഇനി യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ തുടങ്ങുകയാണ്.